യുദ്ധം നടന്നത് ഹിജ്റ എത്രയിലാണ്? ബനു നലീർ യുദ്ധം നടന്നത് ഹിജ്റ എത്രയിലാണ് എന്നതാണ് ചോദ്യം. ഓക്കെ, ശരിയായ ആൻസർ തന്നെ വന്നിട്ടുണ്ട്. ഹിജ്റ 4-ലാണ് അതിന്റെ ശരിയായ ആൻസർ. കട്ടുപ്പാറ കനൽ എന്ന അയിലിൽ നിന്നാണ് അതിന്റെ ശരിയായ ആൻസർ വന്നത്. ഹിജ്റ 4-ൽ തന്നെയാണ് അതിന്റെ ശരിയായ ആൻസർ. എന്നാൽ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. തബൂക്ക് യുദ്ധം നടന്ന മാസം ഏതാണ്? ഏത് മാസത്തിലാണ് തബൂക്ക് യുദ്ധം നടന്നത്? തബൂക്ക് യുദ്ധം നടന്ന മാസം ഏതാണ്? ശവ്വാൽ അല്ല, മുഹറം അല്ല, സഫറുമല്ല. തബൂക്ക് യുദ്ധം നടന്ന മാസം ഏത് എന്നതിന്റെ ശരിയായ ആൻസർ എല്ലാവരും അടിക്കണം. 10:39 ആരും അടിക്കുന്നില്ലേ? ഓക്കെ, ഇൻഷാല്ലാ ശരിയായ ആൻസർ തന്നെ വന്നിട്ടുണ്ട്. റജബ് മാസം തന്നെയാണ് തബൂക്ക് യുദ്ധം നടന്ന മാസം. ആഷിഖ് റഹ്മാനാണ് അതിന്റെ ശരിയായ ആൻസർ അടിച്ചത്. തബൂക്ക് യുദ്ധം നടന്ന മാസം റജബ് മാസം തന്നെയാണ്. എന്നാൽ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. രണ്ടാം ആകാശത്തു നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടത് ഏതൊക്കെ നബിയെ ആയിരുന്നു? രണ്ടാം ആകാശത്തു നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടത് ഏതൊക്കെ നബിമാരെ ആയിരുന്നു എന്നതാണ് ചോദ്യം. ഒരാൾ മാത്രം ഇപ്പോൾ ആൻസർ അടിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ധൈര്യത്തിന് അടിക്കുക. സമ്മാനമൊക്കെ കിട്ടുന്ന ആൻസർ ആകും എന്നതുകൊണ്ട്, അല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. രണ്ടാം ആകാശത്ത് നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടത് ഏതൊക്കെ നബിമാരെ ആയിരുന്നു എന്നതിന്റെ ശരിയായ ആൻസർ. ശരിയായ ആൻസർ തന്നെ വന്നിട്ടുണ്ട്. യഹിയ നബിയെയും അതേപോലെ ഈസാ നബിയെയും തന്നെയായിരുന്നു. യഹിയ നബിയെയും ഈസാ നബിയെയും തന്നെയായിരുന്നു അതിന്റെ ശരിയായ ആൻസർ. മദീനത്തുൻ നൂറാണ് അടിച്ചത്. മബ്രൂക്ക്. മദീനത്തുൻ നൂറിൽ നിന്നും തന്നെ അതിന്റെ ശരിയായ ആൻസർ വന്നിട്ടുണ്ട്. എന്നാൽ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഓടിക്കോ ഞാൻ അടിക്കില്ലാന്നോ? ഒരാള് ടെക്സ്റ്റ് ചെയ്താണ് ഓടിക്കോ ഞാൻ അടിക്കില്ല. അപ്പൊ എന്താണ് അതിന്റെ പറയാ? എന്നാൽ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. എന്നാൽ അഞ്ചാം ആകാശത്ത് നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടത് ആരെയായിരുന്നു? ഓടിക്കോ ഞാൻ അടിക്കില്ല. ഞാൻ എന്ത് ചെയ്യും? നേരിട്ട് പബ്ലിക്കിൽ വിടണോ? എന്നാൽ അഞ്ചാം ആകാശം തങ്ങൾ കണ്ടത് ഏത് നബിയെ ആയിരുന്നു എന്നതിന്റെ ശരിയായ ആൻസർ തന്നെ വന്നിട്ടുണ്ട്. ഹാറൂൻ നബി അലൈഹി ഇസ്ലാമിനെ തന്നെ ആയിരുന്നു അതിന്റെ ശരിയായ ആൻസർ. സലാം പാമ്പുരുത്തിയാണ് അതിന്റെ ശരിയായ ആൻസർ ആദ്യമായിട്ട് തന്നത്. മബ്രൂക്ക്. എന്നാൽ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. കുറച്ച് GK ചോദ്യങ്ങളിലേക്ക് കടക്കാം ഇൻഷാല്ലാ. കേരളത്തിൽ ജനസംഖ്യയുടെ രണ്ടാം സ്ഥാനം ഏത് ജില്ലക്കാണ്? കേരളത്തിൽ ജനസംഖ്യയുടെ രണ്ടാം സ്ഥാനം ഏത് ജില്ലക്കാണ് എന്നതാണ് ചോദ്യം. കണ്ണൂരല്ല, ഇടുക്കിയല്ല, മലപ്പുറവുമല്ല. കേരളത്തിൽ രണ്ടാം സ്ഥാനം ജനസംഖ്യയിൽ ഏത് ജില്ലക്കാണ് എന്നതിന്റെ ശരിയായ ആൻസർ തന്നെ വന്നിട്ടുണ്ട്. തിരുവനന്തപുരം തന്നെയാണ് അതിന്റെ ശരിയായ ആൻസർ. തിരുവനന്തപുരം ജില്ല തന്നെയാണ് അതിന്റെ ശരിയായ ആൻസർ. ആദ്യമായിട്ട് ഇസ്മായിൽ 12 എന്ന് തെറ്റിപ്പോയതായിരിക്കും അല്ലേ? TVM എന്ന് അടിച്ചിട്ടുണ്ട്. ഇസ്മായിലാണ് അതിന്റെ ശരിയായ ആൻസർ ആദ്യമായിട്ട് തോന്നുന്നത്. മബ്രൂക്ക്. എന്നാൽ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഏറ്റവും കുറഞ്ഞ ഗ്രാമപഞ്ചായത്തുകൾ ഉള്ള ഏക ജില്ല ഏത്? മിനിറ്റ്. സലാം പാമ്പരുത്തി എന്ന് അടിച്ചിട്ടുണ്ട്. മലപ്പുറം ഇല്ല എന്റെ സിസ്റ്റത്തില്. നമ്മുടെ ഒറ്റ മിനിറ്റ് ചെക്ക് ചെയ്യട്ടെ. മലപ്പുറം, കണ്ണൂര്, എറണാകുളം,
കാലിക്കറ്റ് അല്ല, ഇസ്മായിൽ തന്നെയാണ് അതിന്റെ ശരിയായ ആൻസർ ആദ്യമായിട്ട് തന്നത്. ഇസ്മായിൽ ആണ് അതിന്റെ ശരിയായ ആൻസർ ആദ്യമായിട്ട് തന്നത്. എന്നാൽ ഏറ്റവും കുറവ് ഗ്രാമപഞ്ചായത്തുകൾ ഉള്ള ജില്ല ഏത് എന്നതിന്റെ ശരിയായ ആൻസർ വന്നിട്ടില്ല. ഓക്കെ, ശരിയായ ആൻസർ തന്നെ വന്നിട്ടുണ്ട്. വയനാട് ജില്ലയാണ് അതിന്റെ ശരിയായ ആൻസർ. ഏറ്റവും കുറഞ്ഞ ഗ്രാമപഞ്ചായത്തുകൾ ഉള്ള ജില്ല വയനാട് ജില്ല. ഷാലു 3 ആണ് അതിന്റെ ശരിയായ ആൻസർ തന്നത്. ഷാലു 3യിൽ നിന്ന് തന്നെ ചേഞ്ച്. ആ, കുഴപ്പമില്ല, നമുക്ക് ചേഞ്ച് ചെയ്യാം. നിങ്ങളൊന്നും തന്നാൽ എന്ത് ചെയ്യാ, ഞാൻ നിങ്ങൾ ഇത് തരാം, നിങ്ങൾ എനിക്ക് തന്നാൽ മതി. ഓക്കെ, അതല്ലേ നല്ലത് അല്ലേ? നിങ്ങൾ തന്നെ പറ. നിങ്ങളെ സിസ്റ്റം എന്ത് ചെയ്യാ, എനിക്ക് എത്തിച്ചു തന്നാൽ ഞാൻ നിങ്ങളെ സിസ്റ്റം, എൻ്റെ സിസ്റ്റം നിങ്ങൾക്ക് തരാം. അത്ര പവറുള്ള സിസ്റ്റം എൻ്റെതാണെങ്കിൽ കുഴപ്പമില്ല. മബ്രൂക്ക്. എന്നാൽ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഷാലു ആണ് അതിന്റെ ശരിയായ ആൻസർ ആദ്യമായിട്ട് തന്നത്. എന്നാൽ അടുത്ത ചോദ്യം ഒരു വാച്ചിൽ സമയം 4 മണിയായാൽ ഒരു വാച്ചിൽ 4 മണിയായി ആ സമയമായാൽ, എന്നാൽ ഒരു കണ്ണാടിയിൽ അതിന്റെ പ്രതിബിംബം എത്ര മണിയായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്? ഒരു വാച്ചിന്റെ സമയം, ഒരു വാച്ചിൽ പ്രതിബിംബം എത്ര ചോദ്യം നമുക്ക് കാണാൻ കഴിയുന്നത് എന്നാണ് ചോദ്യം. ആ, റെഡിയാണല്ലേ? ഞാൻ അല്പം സമയം DC ആയി പോയതാ. ഓക്കെ, ശരിയായ ആൻസർ തന്നെ വന്നിട്ടുണ്ട്. ആ, ഞാൻ പറഞ്ഞുതരാം ഇൻഷാല്ലാ. ഓക്കെ, ഇൻഷാല്ലാ, കുഴപ്പമില്ല. അത് 8 മണി തന്നെയാണ് അതിന്റെ ശരിയായ ആൻസർ. സലാം പാമ്പരുത്തിയാണ് അതിന്റെ ശരിയായ ആൻസർ. ഓൾഡ് ഈസ് ഗോൾഡ്. സലാം പാമ്പിൽ തന്നെ അതിന്റെ ശരിയായ ആൻസർ വന്നിട്ടുണ്ട്. 8 മണിയായിട്ടാവും നമുക്ക് അതിന്റെ കണ്ണാടിയുള്ള പ്രതിബിംബം കാണാൻ കഴിയുക. എന്നാൽ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. നിസ്കാരത്തിന്റെ 7ാമത്തെ ഫർള് എന്താണ്? നിസ്കാരത്തിന്റെ 7ാമത്തെ ഫർള് എന്താണ്? നിസ്കാരത്തിന്റെ 7ാമത്തെ ഫർള് എന്താണ് എന്നതാണ് ചോദ്യം. ശരിയായ ആൻസർ സുജൂദ് തന്നെയാണ് അതിന്റെ ശരിയായ ആൻസർ. സുജൂദാണ് അതിന്റെ ശരിയായ ആൻസർ. ആദ്യമായിട്ട് നവാസ് എന്ന ഐഡിയിൽ തന്നെയാണ് അതിന്റെ ശരിയായ ആൻസർ വന്നത്. മബ്രൂക്ക്. എന്നാൽ 2 സുജൂദ് എന്ന് തന്നെയാണ് സുജൂദ് എന്ന് നമ്മുടെ നവാസ് അടിച്ചിട്ടുണ്ട്. മബ്രൂക്ക്. എന്നാൽ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. നിസ്കാരത്തിൽ സുജൂദിൽ എത്ര അവയവങ്ങളാണ് നമ്മൾക്ക് നിർബന്ധമായി വെക്കേണ്ടത്? സുജൂദിൽ എത്ര അവയവങ്ങൾ നിലത്ത് വെക്കൽ നിർബന്ധമാണ് നിസ്കാരത്തിൽ? എത്ര അവയവങ്ങളാണ് നിസ്കാരത്തിൽ നിലത്ത് വെക്കേണ്ടത് എന്നതിന്റെ ശരിയായ ആൻസർ വരട്ടെ. ആരൊക്കെ നിസ്കരിക്കലുണ്ടെന്ന് അറിയാലോ. സത്യം, ഞാനൊക്കെ ചോദിക്കുമ്പോഴൊക്കെ ഇതൊക്കെ പഠിക്കാൻ കഴിയും, അല്ലാതെ എനിക്കൊന്നും ഓർമ്മ ഉണ്ടാവില്ല. എന്നെക്കാട്ടിലൊക്കെ എത്രയോ വിവരമുള്ള ആലിമീങ്ങളും അതേപോലെ ഉസ്താദുമാരൊക്കെ ആയിരിക്കും നമ്മുടെ ഐഡികളിൽ ഒളിച്ചിരിക്കുന്നത്. തെറ്റുണ്ടെങ്കിലൊക്കെ എന്ത് ചെയ്യാ, അതിലൊക്കെ പെട്ടെന്ന് പറഞ്ഞു. അതെ, നമ്മളെ PM കൊണ്ടോട്ടി 5 എന്നൊക്കെ അടിച്ചിട്ടുണ്ട് അല്ലേ? ഇനി എത്ര വരെ പോകും നോക്കാം, എത്ര വരെ പോകും എന്ന് നോക്കാം ഇൻഷാ അല്ലാ. 7, 8, 6. ക്ലൂ ഒന്നും വേണ്ട. നിസ്കാരത്തിൽ സുജൂദിൽ എത്ര അവയവങ്ങളാണ് നിർബന്ധമായി നിലത്ത് വെക്കേണ്ടത് എന്നതാണ് ചോദ്യം. ശരിയായ ആൻസർ ഇൻഷാല്ല വന്നിട്ടുണ്ട്. 7 അവയവങ്ങൾ. ആൻസർ 7 എന്ന് ആദ്യമായിട്ട് അടിച്ചത് എന്താണ്? ഒരു മിനിറ്റ്. 8 അല്ലേ? ആരാണ് 8 എന്ന്? അനസ് 313 8 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? നിർബന്ധം, മൂക്ക് വെക്കൽ നിർബന്ധമല്ലല്ലോ അല്ലേ?